നമുക്ക് ഒരു ചേച്ചി ഒരു ചക്കപ്പൂതൽ തന്നായിരുന്നേ. ചക്കപ്പൂതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല, എല്ലായിടത്തും എന്നാ പറയാമെന്നറിയില്ല. ചക്കേൻ്റെ കുഞ്ഞു ചക്ക. അപ്പോൾ അത് നമ്മൾ തോരനാക്കും. കണ്ണൂരുകാർക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട, ചക്ക ആവുന്ന കാലം മുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ചക്കപ്പൂതൽ തോരൻ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ, അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത് നേരെ പകുതിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തൊലിയൊന്നും കളയാതെ തന്നെ കുക്കറിലിടുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കുക്കറിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് വിസിൽ കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് കളയാൻ പറ്റും. കത്തി കൊണ്ട് നേരെ ഇങ്ങനെ പൊളിച്ചാൽ വേഗം അത് പൊളിഞ്ഞ് വരും. അപ്പോൾ നമ്മളെ കൈയൊന്നും വൃത്തിയോടൊന്നും ആവില്ല. അപ്പോൾ അങ്ങനെ പൊളിച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് ചെറിയുള്ളി, തേങ്ങ, കറിവേപ്പില, ജീരകം. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം, പൊടിച്ചെടുക്കണം. ചമ്മന്തി പൊടിക്കുന്ന പോലെ പൊടിച്ചെടുക്കണം. പറയുന്നതിനിടയിൽ ഒന്ന് മറന്നു ഗൈസ്, 2 കായ് പച്ചമുളകും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് മക്കളെ പരിപാടി. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് കായ്മുളക് മുറിച്ചിടാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച പൂതലിടാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ച തേങ്ങയിടാം. റെഡിയായി മക്കളെ, റെഡിയായി. ചക്കപ്പൂതൽ തോരൻ റെഡിയായി. ഇനി ഇത് സെറ്റാകുന്ന വരെ ഒന്ന് മൂടി വെക്കാം. കുറച്ചുകൂടി ഉപ്പ് ആവശ്യമാണ്, അപ്പോൾ ഒരിത്തിരി ഉപ്പിടാം. അപ്പം നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതും കൂട്ടി ഭക്ഷണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. എൻ്റെ ഹസ്ബൻഡ്